ചെയ്യാം, ഞാൻ ക്ലീറ്റോനെ വിളിക്കാം. നീ ചുമ്മാ അതെ, ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കെഞ്ചണത്. എന്റെ കെട്ടിയാൻ വലിയ രാഷ്ട്രീയ നേതാവ്, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, എന്റെ അതിർത്തി തിരിച്ചിട്ട് വഴി തരാൻ വന്നോൻ. വഴി മുടക്കിയെന്ന് മാത്രമല്ല, ആ സ്ഥലം അവിടെ എപ്പോഴും കുത്തിക്കെട്ടി കിടക്കുക. അഹങ്കാരി. നീ ഇത് ചുമ്മാ ഇരിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ വന്നത് കാര്യം നേടാനാ, പറ്റൂല്ലേ? വരാന്നേ. ഞാൻ വന്ന അയാളുടെ സമാധാനം സംസാരിക്കട്ടെ. ആദ്യം ഒന്ന് കാര്യം സമാധാനത്തിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാലിൽ ചെന്നിട്ട് പിടിച്ചിട്ട് രാമേന്ദ്ര ഇത്തിരി വെള്ളം താട്, അങ്ങനെയാ? അങ്ങനെയല്ല, ഇതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന്. നമ്മൾ ഈ അവകാശവും ശക്തിയെ കാണിച്ചു തന്നാൽ അവർക്ക് ആൾക്കാരുണ്ടാവും, അവർ തമ്മിൽ അടിയാവും, പോലീസ് വരും, വിഷയമാവും. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ വന്ന് സംയമനമായിട്ട് അയാളോട് സംസാരിക്കാം, അല്ലേ വേണ്ടത്? അതെങ്ങനെയാ മോനെ? ഞാൻ ചെന്നിട്ട് ചോദിക്കാം, എന്താ പ്രശ്നം? നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ നമുക്കും കൃഷി ചെയ്യണം, നിങ്ങൾക്കും കൃഷി ചെയ്യണം. അപ്പൊ സാവകാശം നമുക്കൂടി തന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് വെള്ളം വേണം എന്ന് ഞാൻ പറയാം. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഒഴിഞ്ഞതാണല്ലോ. അമ്മ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നീ അറിയാത്ത, അത് തരാത്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അന്നൊരു ചിലപ്പോ ഇപ്പൊ തേങ്ങോട്ട ആള് വരില്ല. പണ്ടത്തെ വന്നിട്ട് അഴിയാതെ അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളോട് വർത്താനം പറഞ്ഞ ഇതല്ലേ പാകം. നീ എന്താ ഈ തേങ്ങയുടെ കാര്യത്തിലേക്ക് പോകണം? ഇവിടെ ചീരയുടെ കാര്യം പറയുമ്പോ തേങ്ങയിലേക്ക് കയറല്ലേ? അല്ല, പണിക്ക് വരുന്നവരും നമ്മളെ അടിമകളൊന്നും അല്ല. നമ്മളടുത്ത് കാര്യം പറയണം. ഇവിടെ നമുക്കിത് ആവശ്യമുണ്ട്. അയാൾക്കും അയാളുടെ വ്യക്തിത്വമുള്ളവരാണ്. നമ്മളിപ്പോ അടിമപ്പണി ചെയ്യാൻ വരുന്നവരൊന്നും അല്ല അവര്. അതെ, ഈ കാലടിയും പിടിച്ച് കെഞ്ചിട്ട് മേടിച്ചു തരാനാണെങ്കിൽ അഴകേശൻ ആരും വരണ്ട. അതിനെങ്ങനെ? ഈ വീട്ടിലെ ആണുങ്ങളില്ലല്ലോ, ആണത്തുള്ളവരില്ലല്ലോ. എന്റെ അളിയുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ തോക്ക് എടുത്തിങ്ങോട്ട് ഇറങ്ങും. പോയി, ആണുങ്ങളൊക്കെ പോയി. ഇത് ഈ വീട്ടിലുള്ളതല്ലേ? അപ്പൊ പോയി. അല്ല, അതിനവിടെ ഏട്ടൻ അവിടെ ഒന്ന് വഴക്കൊന്നും കൂടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ അവനെ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് കൊണ്ടുവരില്ല, അവിടെ ചെന്ന് വഴക്കൂടാൻ. അമ്മാമനെ വേണ്ടി ചിലപ്പോ ചാവണ്ടി വരും, ചാവണം, അതാണ് മരുവൻ. അവന്റെ കാര്യം നോക്കാൻ അവൻ അറിയാം. എനിക്ക് സ്വന്തം മക്കളില്ലല്ലോ. നിനക്കെന്ത് സ്വന്തമായിട്ട് മക്കളും ഇല്ല, ആരും ഇല്ല. ആർക്ക് വേണ്ടിട്ട് അതൊക്കെ കരിഞ്ഞു പൊക്കോട്ടെ. ഇപ്പൊ സങ്കടപ്പെടാൻ വേണ്ടി ഇവിടെ എന്തായിരിക്കുന്നത്? നമ്മൾ വരുമല്ലോ, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. എപ്പോ? ഇപ്പൊ വരാം, തീർന്നല്ലോ. നീ പറഞ്ഞ പോലെ നിയമത്തിന്റെ പിന്നാലൊക്കെ പോയി എന്റെ ചീരയുടെ വഴിക്കൂ. ചീര നമുക്ക് എല്ലാം സമാധാനമായിട്ട് ചെയ്യാന്ന് അങ്ങനല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോ അമ്മ ഒന്ന് സംസാരിക്കായിരുന്നു. സംസാരിച്ച് നോക്കിട്ട് നമ്മൾ അയാൾ എന്താ ചെയ്യുന്നത് അതുപോലെ നമുക്ക് തിരിച്ചു ചെയ്യാം. ഡ്രസ് ഇട്. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അഹങ്കാരി, അവന്റെ അഹങ്കാരം തീർക്കണം.